ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു കുതിരയെ വളർത്തുക എന്നുള്ളത്. അത് കുഞ്ഞിലെ കിട്ടി. അതും ഈ പട്ടിയായിട്ട് ഞങ്ങൾ ഹാപ്പിയായി ജീവിക്കുന്നു. ഇത് എനിക്ക് കൊണ്ടുവന്ന ആൾ ഗുജറാത്തിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നത്. ഇത് ഞങ്ങൾക്കൊരു ഹരം തോന്നി. മോക്ക് ഇതിനോട് ഭയങ്കര പ്രിയമാണ്. മോക്കൊരു ആഗ്രഹം പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ ഒരു വീട്ടിൽ പോയപ്പോഴൊരു കുതിരയെ കാണുകയും അവിടെ പറഞ്ഞ് അവർ മുഖാന്തരമാണ് എനിക്ക് കുതിരയെ കിട്ടിയത്. ഇത് 2.5 വർഷത്തിൽ കൂടുതലായി. ഇനിയിപ്പോൾ 3 വയസ്സിലാണ് ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും തുടങ്ങുന്നത്. 3 വയസ്സാകുമ്പോൾ ഇതിന് ട്രെയിനിങ് ചെയ്തിട്ട് നമുക്ക് സവാരി ചെയ്യാം, ബാക്കിയുള്ള പരിപാടികൾക്ക് കൊടുക്കാം. എനിക്കിത് കിട്ടുന്നത് 28ാമത്തെ ദിവസമാണ് ഈ കുതിരയെ കിട്ടുന്നത്. ഇവിടെ വന്നപ്പോഴും ഇത് ആഹാരം കഴിക്കില്ല. അപ്പോഴും ഞാൻ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് പാല് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മിൽമ പാല് വാങ്ങിച്ചു കൊടുത്ത് വളർത്തിയ സാധനം ഇത്. അങ്ങനെ പിന്നീട് ഇതിന് ഫ്ലെക്സ് എന്നും പറഞ്ഞുകൊണ്ടൊരു തീറ്റ വരുന്നുണ്ട്. അത് ഇവിടെ അല്ല, നെയ്യാറ്റിൻകര ഭാഗത്തേ കിട്ടുള്ളൂ. അവിടെ പോയി ഞങ്ങൾ പോയി എടുത്തുകൊണ്ട് വരാറുണ്ട്. അതാണ് കൊടുക്കുന്ന ആഹാരം. മെയിനായിട്ട് കൊടുക്കുന്ന ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ തീറ്റ, കുതിരത്തീറ്റ. ചെറിയ കുട്ടിയായിരുന്നു, പൊക്കമൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പൊക്കം വച്ച് ഈ പരിവായത്. അടുത്ത സ്റ്റേജ് ഇതിന് പുറത്തിറക്കി ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ് കൊടുത്താൽ ഇതിൻ്റെ പുറത്ത് സവാരിക്ക് കയറാൻ പറ്റും. ഞങ്ങൾ ആറ്റിൽ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോകുമായിരുന്നു. ഇത് കൂടെ നടന്നു വരുമായിരുന്നു. ആ സമയത്താണ് മീൻ കൊത്തി ഇതിൻ്റെ കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു. അങ്ങനെ മീൻ കൊത്തി പിന്നെ വെള്ളത്തിലിറങ്ങില്ല. പിന്നെ ഈ കൊറോണ സമയത്ത് വന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്ന് പറഞ്ഞ് സാധനത്തിന് പുറത്തിറക്കല്ലെന്ന് പറഞ്ഞു. ഈ കൊറോണ വരുന്നത് മൃഗങ്ങളിലാണെന്നൊരു കിംവദന്തി അന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും അവർ വന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് ഇതിന് വീട്ടിൽ തന്നെ ഇങ്ങനെ കെട്ടയൊന്നുമില്ല, അഴിച്ചു വിട്ടേക്കും. അതിൻ്റെ ബൗണ്ടറി അതവിടെ കിടന്നു. ഭയങ്കര സ്നേഹമുള്ള ജീവിയായത്. ഭയങ്കര സ്നേഹമെന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടി ഇവിടെ കണ്ടാൽ മതി, ഞാൻ വരുന്ന വണ്ടി കണ്ടാൽ മതി, അത് ഇവിടെ വിളിക്കും. അതിനെന്തെങ്കിലും ഒരു മുട്ടായെങ്കിലും കൊടുക്കണം, കൊടുത്താലേ പറ്റുള്ളൂ. മോളുടെ സൗണ്ട് കേട്ടാലും അത് ഓടി വരും. പിന്നെ അവരാണ് കൈകാര്യം ചെയ്യുന്നത്, ഭാര്യയും മോളും കൂടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ പുല്ല് വെട്ടാൻ പോയി പുല്ലൊക്കെ അതിന് കൊണ്ടുവരും. ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ പോയി പുല്ല് വെട്ടി കൊണ്ടുവരും. ഇത് ഓരോ 2 മാസം കൂടപ്പോഴും ഇതിൻ്റെ ആൾ വന്ന് നോക്കുന്നുണ്ട്. ഡോക്ടർ വരുന്നുണ്ട്, ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്. ഇതിന് ഭയങ്കര എൻ്റെ സൗണ്ട് കേട്ടാൽ മതി, അവൻ വിളിക്കും. പിന്നെ കറക്റ്റ് ടൈം ആഹാരം അവന് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ അവൻ ഇവിടെ പ്രശ്നം ഉണ്ടാകും. കിടന്ന് വിളിയും ബഹളമാണ്. അവന് ഒരേ ടൈമുണ്ട് ആഹാരം കൊടുക്കേണ്ട. അത് പിന്നെ ഭാര്യ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. കടിവാറെന്നും പറഞ്ഞുകൊണ്ടൊരു സാധനമുണ്ട്. അത് പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പുറത്ത് കൊണ്ടുപോയപ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞങ്ങൾ ഇറക്കി കൊണ്ടുപോയി. വേറെ പ്രശ്നമൊന്നുമില്ല. അവിടെ മേയ്ക്കാൻ കൊണ്ട് കെട്ടുമായിരുന്നു. ഇവിടെ അയൽവക്കത്തെ വിളയിൽ തന്നെ കൊണ്ട് കെട്ടിയത്. ഡാലം അടിക്കണം. ഡാലം അടിച്ചാലേ, അല്ലെങ്കിൽ അതിൻ്റെ ഈ കുളമ്പിൽ വേദന എടുക്കുമെന്ന് പറഞ്ഞാൽ അതാണ് പുറത്തിറക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നത്. ഡാലം അടിച്ച ശേഷം മാത്രമേ ഇതിന് പുറത്തോട്ട് ഇറക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് ഈ വാങ്ങിച്ചു തന്ന ആളാണ് ഇതെല്ലാം ഏറ്റിരിക്കുന്നത്. ട്രെയിനിങ് ഉൾപ്പെടെയാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴവർ വരാനുള്ള താമസമാണ് ഈ കാണുന്നത്. അവരൊക്കെ ആൾക്കാർ ഒരുപാട് ആഹാരം കൊടുക്കുന്നുണ്ട്. ആ വീട്ടിൽ നിന്ന് ആഹാരം കൊടുക്കും, അവിടെ കൊടുക്കും. അവരൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇവിടെ. ആൾക്കാരൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും മുട്ടായെങ്കിലും കൊണ്ട് കൊടുക്കുന്നുണ്ട് അവന്. എല്ലാവരോടും പിള്ളേരുടെ അടുത്ത് ഭയങ്കര കാര്യമാണ്. ഇപ്പോൾ ഒറ്റയ്ക്കാക്കിയിട്ട് നമ്മളെ വീട്ടുകാരെ എവിടെയെങ്കിലും പോകുന്നതൊക്കെ അവന് ബുദ്ധിമുട്ടാണ്. അവന് ഒറ്റയ്ക്ക് കഴിയാൻ പറ്റില്ല. ഇവിടെ എപ്പോഴും ഒരു ആളനക്കം വേണം. അവിടെ നിന്ന് നമ്മുടെ വണ്ടിയുടെ സൗണ്ട് അവന് പ്രത്യേകം അറിയാൻ പറ്റും. എൻ്റെ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയപ്പോഴും അവന് അറിയാൻ പറ്റും. അവൻ അപ്പോൾ ബഹളം തുടങ്ങും. ജോലി ചെയ്ത് ഞങ്ങൾ അത് ഒരു മാസം ഉള്ളപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടിയിൽ അവിടെ വരപ്പോഴും അവൻ ഓടി അവിടെ വരും. അവിടെ വന്ന് പിന്നെ വണ്ടിയിലാണ് യാത്ര അങ്ങോട്ട്. പിന്നെ കിടക്കയൊക്കെ എൻ്റെ കൂടെ ഭയങ്കര കാര്യമാണ്. മോളുമായിട്ട് ഭയങ്കര ടച്ചാണ് അവൻ. ഭയങ്കര സ്നേഹമുള്ള ഇതാണ് അവൾ. ഇത് ഞങ്ങൾ അടുത്ത വീട്ടിൽ നിന്ന് വിലയ്ക്ക് മേടിച്ചതാണ്. അവന് ഇവിടെ കിടക്കും. അപ്പോൾ എൻ്റെ വണ്ടി താഴെ വരപ്പോഴും അവൻ ഓടി അവിടെ വരും. ഇവള് വന്ന് പിന്നെ വണ്ടിയിൽ കയറി എൻ്റെ മടിയിലിരുന്നാണ് ഇവിടെ വരുന്നത്, ഇതിനകത്ത് വരുന്നത്. അങ്ങനെയാണ് അവളെ ഇതിനകത്താണ്. ഇപ്പോൾ വന്നിട്ട് 2-3 വർഷമാകും. നമ്മൾ നാടൻ ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡാണ് കൊടുക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഫുഡൊന്നുമില്ല. ചോറ് കഴിക്കാൻ സമയത്തൊക്കെ നമ്മുടെ അടുത്ത് വന്നിരിക്കും. നമ്മൾ അതിൽ നിന്ന് കൊടുക്കണം. അവന് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. വൈകുന്നേരം കുതിരയ്ക്കും ഇതിനും ബിസ്ക്കറ്റ് മസ്റ്റാണ്. അത് കിട്ടാതെ
പ്രശ്നമാണ് അത് കിട്ടിയില്ലെങ്കിൽ. അത് കൊടുക്കണം. ആദ്യമൊക്കെ കാലിട്ട് കിണ്ടുമായിരുന്നു. ഇപ്പോഴും പിന്നെ പ്രശ്നമല്ല. അത് ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു മധുരം കൂടുതൽ കൊടുക്കാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞു. മധുരം കഴിക്കുന്ന പട്ടിയൊക്കെ മാത്രം രോമം കൂടുതലായിട്ട് പോകുള്ളൂ. അങ്ങനെ പ്രശ്നമുണ്ടായി ഇതിന്. ഞാൻ എൻ്റെ അടുത്ത് ഇതിന് പാവ് ഇരിച്ചു കൊടുക്കണം. അതിന് പ്രത്യേക പാവുണ്ട്. ഇരിച്ചു കൊടുത്തിട്ട് അവിടെ വന്ന് കിടന്നോളും. രാവിലെ ഞാൻ ഉറക്കം ഒഴിക്കുന്ന മുമ്പേ പുറത്ത് പോകും. അത് ചിലപ്പോഴും ഞങ്ങൾ എന്നിട്ടും വന്ന് കിടക്കും വീണ്ടും. ഞങ്ങൾ എണീറ്റല്ലേ ഉള്ള എണീക്കുള്ളൂ. പിന്നെ സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കര കുറേയുള്ള പട്ടികളൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് അങ്ങനെ പ്രശ്നമില്ല. രാത്രിയൊന്നും ഒരു ബുദ്ധിമുട്ട് ഇല്ല. കുരയ്ക്കുന്ന പരിപാടി ഇല്ല ഇതിന്. പിന്നെ വെളിയിൽ നിന്ന് ഒരാൾ വന്നാൽ ഇങ്ങനെ സ്നേഹപ്രകടനം അത് ഒന്ന് തടവിയാൽ തീരാന്നുള്ളേ ഉള്ളൂ. അത്രയേ ഉള്ളത്. കടി അങ്ങനെയൊന്നുമില്ല, ആരെയും ഉപദ്രവിക്കില്ല. ഞാൻ എൻ്റെ കൂടെ അത് ഞാൻ വരപ്പോഴുള്ള പരിപാടിയേ ഉള്ളൂ. മോളുമായിട്ടാണ് ഭയങ്കര. മോൾ പഠിക്കുന്നിടത്ത് കൂടെ ഇങ്ങനെ സെറ്റിൽ കയറിയിരിക്കും. അവൾ പഠിക്കുമ്പോൾ ഒരു കൂടെ കാണും. എപ്പോഴും അവളെ കൂടെ ഉണ്ടാവും. അല്ല, വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഇതേപോലെ കണ്ടു കഴിഞ്ഞാൽ ഇതിനോടൊക്കെ വലിയ ആത്മബന്ധമുണ്ട് നമുക്ക്. ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഇങ്ങനെയുള്ള മൃഗങ്ങളെ വളർത്തുന്നത്.